ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, മൂടി പൊതിച്ച് കിടക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മളെ അടുക്കള ജോലികൾ അവിടെ വിടാൻ പറ്റില്ലല്ലോ. രാവിലെ നേരം വെളുത്ത് മക്കളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. മാത്രമല്ല ഇന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്കുള്ള നമ്മളെ പൊതിച്ചോറും കൂടിയും കൊടുത്തയക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലത്തേക്ക് കഴിക്കാവുന്ന ദോശയാണ് കേട്ടോ. ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല മൊരിച്ചെടുത്ത ദോശയാണ് ഉണ്ടാക്കുകയാണ്. നല്ല പരത്തിയിട്ട് തന്നെ നൈസാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ദോശമാവ് ഇഡ്ഡലിമാവൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ രാവിലെ എപ്പോഴും ചായക്ക് കടി ഉണ്ടാക്കാൻ ഈ മാവ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ എളുപ്പം. രാവിലെ മറ്റുള്ള പലഹാരങ്ങളൊക്കെ കുറച്ചധികം സമയമെടുത്ത് ചെയ്യേണ്ടതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ച് തിരക്കാണല്ലോ. ഇനിയിപ്പോൾ സമയമാകുമ്പോഴേക്കും നമുക്ക് പൊതിച്ചോറൊക്കെ തയ്യാറാക്കണം. അപ്പോൾ അതിന് ഞാൻ ഇന്ന് ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിക്ക് കറി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ തല ദിവസത്തെ ചെമ്മീൻ കറിയാണ് കേട്ടോ. ചെമ്മീൻ കറി അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ചൂടാക്കാനും കൂടി വെച്ചിട്ടുണ്ട്. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഏതായാലും ആ പാനിൽ ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഉപ്പ് ചേർത്തിട്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ചിന്നപ്പനെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ 2 ബ്രെഡ് ഉണ്ട് എടുക്കുക, അതിൻ്റെ അകത്ത് ഈ ഒരു കോഴിമുട്ടയും കൂടി വെച്ച് കഴിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാക്കണം ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി ഇന്ന് വെക്കണത് ഒരു മോരുകറിയും വെക്കണം, പിന്നെ നമ്മളെ കോവയ്ക്ക കൊണ്ട് ഒരു ഉപ്പേരിയും വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളും തേങ്ങാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മളെ ചോറ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണം ചോറൊക്കെ ഒന്നാട് ഊറ്റി വയ്ക്കട്ടെ. അപ്പോൾ ആ അടുപ്പത്ത് തന്നെ ഇതാക്കണു ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മളെ കോവയ്ക്ക് ഉപ്പേരി വെക്കണമല്ലോ. അപ്പോൾ അതാക്കണു അതിക്ക് ഇത്തിരി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് സവാളൊക്കെ എന്നാണ് മൂക്കുന്ന സമയത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കുക, നമ്മളെ ഉണക്കമുളക് ചതച്ചതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാനിട്ട്. എരിവിന് ഞാൻ മറ്റ് പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാകുമ്പോൾ ഒരു കളറും കിട്ടും എരിവും കിട്ടും എന്നുള്ള അതിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കോവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വേവിക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ എന്താ പറയുക, നമ്മളെ മെഴുക്ക് പുരട്ടിയായിട്ട് കിട്ടും. നമ്മളിവിടെ സാധാരണ ഉപ്പേരി എന്നാണ് കേട്ടോ പറയൽ, കോവയ്ക്ക കൊണ്ടുള്ള ഉപ്പേരി. കൂട്ടത്തിൽ തന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. ആവിയൊന്നും പോവാത്ത രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ അത് വേവിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഉപ്പേരിയാണ് കേട്ടോ കോവയ്ക്കപ്പേരി. പിന്നെ കുമ്പളങ്ങ കൊണ്ടുള്ള മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതൊക്കെ ഞാൻ പല പ്രാവശ്യം കാട്ടിയതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ കൂട്ടാൻ നിൽക്കുന്നത് കാണിക്കണില്ല, പകരം ഒരു ചമ്മന്തിയാണ് കേട്ടോ പിന്നെ അരയ്ക്കുന്നത്. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ, മുളക് പൊടി, ഉപ്പ്, പുളി, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി അവിടെ അരച്ചിട്ടുണ്ട്. പിന്നെ നോൺ വെജ് ഒന്നും നമ്മളെ പൊതിച്ചോറിൽ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ അതിനൊന്നും നിൽക്കണില്ല കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളെ പൊതിയിൽ വെച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും വെക്കാത്തത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ കഴുകാനുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്നാണ്ട് കഴുകട്ടെ. പിന്നെ നമ്മളെ തിണ്ടും ഇതിനൊക്കെ ഒന്നാണ്ട് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുക്കളേൻ്റെ കാര്യം അവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറും കൂട്ടാനും ഉപ്പേരിയും ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളെ പൊതിച്ചോറ് ഇവിടുന്ന് പാക്ക് ചെയ്യാണ്. തറവാട്ടിൽ നിന്ന് ഇളയച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ചോറും നമ്മളെ ചോറും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പാക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവൾ വന്നപ്പോഴും മോരുകറി തന്നെ ആയിരുന്നു അവിടെ. പിന്നെ ഉപ്പേരി മുതിരപ്പേരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 കറിയും കൂടി ഒന്നിച്ചാണ്ട് ആക്കുകയാണ്. പിന്നെ നമ്മളെ മുതിരപ്പേരി എല്ലാ പാത്രത്തിലും അങ്ങനെ ഇടുന്നുണ്ട്. സോറി, പാത്രമല്ല, പൊതിയിൽ ആക്കണുണ്ട്. പിന്നെ എൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കോവയ്ക്ക ഉപ്പേരിയും എല്ലാ പൊതിയിലും അങ്ങോട്ടാക്കി 2 തരം ഉപ്പേരിയും കൂട്ടാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അതാക്കണം. നമ്മൾ പൊതിച്ചോറൊക്കെ പാക്ക് ചെയ്യണേ. അപ്പോൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചോറൊക്കെ അതാക്കണം ഇവിടെ വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ, നമ്മളെ ആൾക്കാർ വരുന്നത് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ വീടൊക്കെ ഒന്ന് അടിക്കാനും തുടയ്ക്കാനൊക്കെ ഒന്ന് നിൽക്കുകയാണ് കേട്ടോ. രാവിലത്തെ കുട്ടിപ്പട്ടാളങ്ങളും തിരക്ക് കഴിയാതെ ഈ പണിക്കൊന്നും നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഒക്കെ ഒന്നാണ്ട് തട്ടിക്കൊട്ടി അടിച്ച് വരിയാണ്ട് ഒക്കെ ഒന്ന് വാരിയിട്ട് തവിടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വൃത്തിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. പിന്നെ നമ്മളെ റൂമൊക്കെ നല്ല അലങ്കോലമായിട്ടിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ആകെ ഉണ്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് നല്ല നീറ്റാക്കി ഇടട്ടെ. അപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ മാറ്റി വെക്കുന്നുണ്ട്, വിരിക്കാനുള്ളതൊക്കെ വിരിച്ചിടുന്നുണ്ട്. ഓർഡർ തെറ്റിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ അടിച്ചു വരുന്ന സമയത്ത് തന്നെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണ്. പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ ഞാൻ നമുക്ക് തുടയ്ക്കാനല്ല പണി, അടിച്ചു വാരുമ്പോഴുള്ള ആ സമയമാണ് കേട്ടോ കൂടുതൽ ചിലവ് വരൽ. അപ്പോൾ അതാ നമ്മളെ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു വിട്ടു.
പിന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സാവകാശം നല്ല ക്ഷമയോട് കൂടിയാണ്ട് ഇതൊക്കെ കൊണ്ട് നല്ലൊരു പണിയിലാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമ്മളെ തേങ്ങാപ്പാലാണ് കേട്ടോ കുറുക്കണത്. അപ്പോൾ 3 തേങ്ങ എടുത്തിട്ട് ഞാൻ അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉരുക്ക് വെളിച്ചെണ്ണ തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ നമ്മളെ ശരീരത്തിലുള്ള മുളിച്ചിലും കാര്യങ്ങൾക്കൊക്കെ അതിനും നല്ലതാണ്. അപ്പോൾ കുറച്ച് സമയം വേണം കേട്ടോ നമ്മളെ തേങ്ങാപ്പാലൊക്കെ കുറുകി വരാൻ വേണ്ടിയിട്ട്. ഇതാക്കണോ കൈ ഇളക്കാതെ ഇളക്കണം. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന് നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇതിന് എന്തൊരു മണമെന്നറിയോ? തേങ്ങാപ്പാൽ വറ്റിച്ചുണ്ടാക്കണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഇതിൻ്റെ ഒരു മണം ഭയങ്കര മണമായിരിക്കും. അപ്പോൾ ഇതുണ്ടല്ലോ മുഖക്കുരൊക്കെ ഉള്ളവർക്ക് ഈ എണ്ണയിൽ കുറച്ച് നമ്മളെ അരിവേപ്പിലയും പച്ചമഞ്ഞളും ഇട്ടിട്ട് ചതച്ചിട്ടിട്ട് എണ്ണ കാച്ചിട്ട് മുഖത്ത് പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ മുഖക്കുരുവിനൊക്കെ നല്ല കുറവ് വരും കേട്ടോ. പിന്നെ നമ്മളെ ഈ ചൊറിച്ചിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വളരെ ബെസ്റ്റാണ്. അതിൽ പച്ചമഞ്ഞളും അരിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഈ വെന്ത വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാക്കണം നമ്മളെ വെളിച്ചെണ്ണ ഇവിടെ അധികം ഈ തേങ്ങാപ്പാലിൻ്റെ അത്രയ്ക്ക് വെളിച്ചെണ്ണയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, കുറഞ്ഞ അളവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാക്കണോ ഇത് ഏകദേശമൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഇതാക്കണോ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തേക്ക് അത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഒന്നുകൂടി ഒരു മൂത്തോട്ടെ. നമുക്ക് ഈ പരിവാവണ സമയത്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം തന്നെ ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ, നനവൊന്നും ഇല്ലാത്തൊരു പാത്രത്തേക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സത്യം പറയാം. എനിക്കൊന്ന് ചൂടുണ്ടോ അമ്മ? ചൂടുണ്ടോ? അടിപൊളി.